വ്യക്തിപരമായ പ്രശ്നമാണ്. നിന്റെ തീരുമാനമാണ് എനിക്ക് മുഖ്യം. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. പെൺകുട്ടി നല്ല തറവാട്ടിൽ പിറന്നതായിരിക്കണം. അതൊക്കെ അന്വേഷിച്ചു ഡാഡി. എന്റെ ഒരു സ്നേഹിതൻ കുട്ടിയുടെ അമ്മയുമായി വിശദമായി സംസാരിക്കുകയും ചെയ്തു. അവർക്കൊക്കെ സമ്മതമാണ്. എങ്കിൽ പിന്നെ പ്രൊസീഡ് ചെയ്യാം, അത്ര തന്നെ. എന്താ? എനിക്ക് ജയന്തിയുടെ അമ്മയൊന്ന് കാണണം. എന്താ കാര്യം? ഒന്ന് കാണണം. താനാരാ? അല്ല, എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ല? ശ്രീമംഗലത്ത് നാരായണപിള്ളയെ നിനക്ക് മനസ്സിലായില്ല? ഞാൻ പറയുന്നത് ഒന്ന് എന്താവും? ഇത് സത്രമാണെന്ന് വിചാരിച്ചു, അതോ ചോദിക്കാൻ ആളില്ലെന്ന് കരുതിയോ? ശ്രീമംഗലത്ത് നാരായണപിള്ള എന്ന് വെച്ചാ ശ്രീമംഗലത്ത് നാരായണപിള്ളയാ. ഹലോ, ഇത് ഞാനാണ്. അയ്യോ, അതെല്ലാം ഞാൻ അറിഞ്ഞു. എനിക്കതേപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആരാണ്? അല്ല, ഇത്ര അധികാരമായി എന്നോട് സംസാരിക്കാൻ അയാളാരാ? അത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ എല്ലാം നേരിട്ട് പറയാം. ഒന്ന് വീട്ടിലേക്ക് വരാമോ? ഇനി ഞാൻ അങ്ങോട്ട് വരാനോ? ഇല്ല. ജയന്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വൈകിട്ട് എന്നെ മുറി വരും. ഞാൻ കാത്തിരിക്കാം. ആ കഥ അറിയണം. ക്ഷമിക്കണം. അതൊരു ചെറിയ വാക്കാണ്, പറയാൻ എളുപ്പമാണ്. എന്തെല്ലാം മനുഷ്യൻ എന്നെ പറഞ്ഞ് ജയന്തിക്കറിയാം? അമ്മ പറഞ്ഞ് ഞാൻ എല്ലാം അറിഞ്ഞു. അതിന് ക്ഷമ പറയാനാണ് ഞാൻ വന്നത്. ആരാണ് അയാൾ? എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എന്നെ അമ്മ പ്രസവിച്ചിട്ടില്ല. അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചതാണ് അയാൾ. പക്ഷേ 3 വർഷമേ അമ്മ ആ മനുഷ്യനോടത്ത് ജീവിച്ചുള്ളൂ. ഏതു നേരവും കുടിയാ. അമ്മയുടെ പേരിലുള്ള എല്ലാം ആ മനുഷ്യൻ വിറ്റ് നശിപ്പിച്ചു. 3 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീക്ക് അനുഭവിക്കാവുന്ന എല്ലാ വേദനകളും എന്റെ അമ്മ അനുഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇന്നോളം അമ്മയുടെ ജീവിതം മുഴുവൻ പൂജാമുറിയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വരാൻ പാടില്ലെന്ന് പറയരുത്. അത് പറയാൻ അമ്മയ്ക്ക് ധൈര്യമില്ല. അത്രയ്ക്ക് പാവമാണ് എന്റെ അമ്മ. ഞങ്ങൾ ഒരു നിലയിലും രക്ഷപ്പെടുന്നത് ആ മനുഷ്യന് ഇഷ്ടമല്ല. എന്നും വൈകുന്നേരം കുടിച്ചിട്ട് വീട്ടിൽ കയറി വരും. ആ മനുഷ്യന്റെ ശല്യം ഒഴിവാക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റിയത് തന്നെ. എന്താണെന്നും മിണ്ടാത്തത്? ജയന്തിക്ക് ഇക്കാര്യം നേരത്തെ എന്നോട് പറയാമായിരുന്നു. ഞാനിനി എങ്ങനെ ഡാഡി വിവരം ധരിപ്പിക്കും? വല്ലാത്തൊരു പ്രശ്നമല്ല. ഞാനിതിപ്പോ ചെന്ന് പറയുമ്പം ഡാഡി എന്ത് വിചാരിക്കുമെന്നാ? അയ്യേ, എന്തിനാ ജയന്തി കരയുന്നത്? കരയാതെ കരയാതെ. ആരും കരയുന്നത് എനിക്കിഷ്ടമല്ല. എന്ത് തന്നെ സംഭവിച്ചാലും നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കും. എനിക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമാണ്. എന്തോട് ഇത്? മഹാ ബോറല്ലേ ഇത്? എന്തോന്ന് ബോറ്? അവൾ എന്നെ കാണാൻ വരുന്നില്ലേ? എന്തോ എത്ര ബോറ്? കാണാൻ വരുന്നത് ബോറല്ല, പക്ഷെ വിവാഹത്തിന് മുമ്പ് ആ കുട്ടി നിന്നെ കാണാൻ ഇവിടെ വരുന്നത് ബോറാണ്. അവൾ വന്നതല്ല, ഞാൻ വരുത്തിയതാണ്. ഓ, താൻ വരുത്തിയതാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബോറ്. ദേ, തന്റെ കയ്യിലെ കുറെ പഴകി തുരുമ്പിച്ച ആദർശങ്ങളും തത്വസംഹിതകളൊക്കെ ഉണ്ട്. എനിക്കത് മനസ്സിലാവില്ല. തനിക്ക് മനസ്സിലാവില്ല, കാരണം തന്റെ കണ്ണിൽ പെണ്ണിന് ഒരേ ഒരു മുഖമേ ഉള്ളൂ. ആ മുഖം ഹോട്ടൽ മുറികളിലെ അരണ്ട വെളിച്ചത്തിൽ ഏത് ഗുസ്തിക്കും തയ്യാറായി നിൽക്കുന്ന വേഴ്സികളുടെ മുഖമാണ്. പക്ഷെ ആ കണ്ണുകൊണ്ട് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണരുത്. ശരി, താനിപ്പോ വന്നത്?
വന്ന് തന്റെ കല്യാണം കൂടി അച്ചടിച്ച് തരാൻ ആ ഞാൻ നടക്കുന്നു ഇഷ്ടം പോലെ